എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 10, 11, 12 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ഭഗവാനും കോസല രാജാവായിട്ടുള്ള നഗ്നജിത്തും തമ്മിലുള്ളതായ ആ സമാഗമമാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയധികമൊന്നും ഉപായനങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്നില്ല, അങ്ങക്ക് എന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് പറയാണ്. 10ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുക്ത്വാ തേന ഹൃഷ്ടേന സഹ കോസലഭൂഭുജ രാജീവലോചന പ്രാപ രാജവീഥിം മനോരമാം. പദങ്ങൾ പരിചയപ്പെടാം. ഇതി ഉക്ത്വാ തേന ഹൃഷ്ടേന സഹ കോസലഭൂഭുജ രാജീവലോചന പ്രാപ രാജവീഥിം മനോരമാം. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ആ ശ്ലോകത്തിൽ എന്താണോ പറഞ്ഞത് അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. ശ്രീകൃഷ്ണൻ നഗ്നജിത്തിനോട് വേറൊന്നും പറഞ്ഞില്ല. ഇപ്രകാരം പറഞ്ഞിട്ട്, അതാണ് രാജീവലോചന ഇതി ഉക്ത്വ. രാജീവലോചനൻ, കഴിഞ്ഞ ശ്ലോകത്തിൽ പങ്കജലോചനൻ എന്ന് പറഞ്ഞു, ഇവിടെ രാജീവലോചനൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട്, ഹൃഷ്ടേന തേന കോസലഭൂഭുജ സഹ. ഈ വാക്കുകൾ കേട്ടതോടു കൂടിയിട്ട് രാജാവിന് വളരെയധികം സന്തോഷമായി. കോസല രാജാവിന് മനസ്സ് നിറഞ്ഞു. അങ്ങനെ കോസല രാജാവായിട്ടുള്ള നഗ്നജിത്തിനോട് കൂടിയിട്ട്, അതാണ് ഹൃഷ്ടേന, വളരെയധികം സന്തുഷ്ടനായ, തേന കോസലഭൂഭുജ സഹ, ആ കോസല രാജാവിനോട് കൂടിയിട്ട്, മനോരമാം രാജവീഥിം പ്രാപ. ഈ രാജധാനിയുടെ പുറത്താണ് ഇവർ നിന്നിരുന്നത്. അവിടേക്കാണ് രാജാവും ഭടന്മാരും ഉപായനങ്ങളും ഒക്കെ ആയിട്ട് ചെന്നത്. അവിടെ നിന്ന് വരവേറ്റുകൊണ്ട് കൊട്ടാരത്തിലേക്കുള്ള മാർഗത്തിലേക്ക്, അതായത് രാജമാർഗത്തിലേക്ക് പ്രവേശിച്ചു. അതാണ് മനോരമാം. വളരെ സുന്ദരമായിട്ടുള്ള, വൃത്തിയുള്ള, ധാരാളം ജനസാന്ദ്രതയുള്ള, ധാരാളം വ്യാപാരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, കണ്ടാൽ തന്നെ പ്രൗഢിയുള്ളതായ ആ കോസല രാജ്യത്തിൻ്റെ വീതിയിലേക്ക്, ആ വീതിയാണ് നേരെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. കൊട്ടാരത്തിലേക്കുള്ള ആ വലിയ മാർഗത്തിനെ, അതിനെയാണ് രാജവീഥി, രാജമാർഗം, രാജപാത എന്നൊക്കെ പറയുക. ആ രാജമാർഗത്തിലൂടെ വളരെ പ്രൗഢിയോട് കൂടിയിട്ട് നഗ്നജിത്തിനോടൊപ്പം നടന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്തു. രഥത്തിലാണെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യണത്. നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. ഗവാക്ഷപഥവിന്യസ്തദൃഷ്ടയഃ പുരയോഷിത വിസ്മയസ്തിമിതൈരംഗൈരന്വീയുസ്സാലഭഞ്ജിക. ആദ്യം പദച്ഛേദം പറയാം. ഗവാക്ഷപഥവിന്യസ്തദൃഷ്ടയഃ പുരയോഷിത വിസ്മയസ്തിമിതൈഃ അംഗൈഃ അന്വീയുഃ സാലഭഞ്ജികാഃ. ശ്രീകൃഷ്ണൻ ഈ കോസലത്തിലേക്ക് പോയപ്പോഴും ഗ്രാമങ്ങളിലൂടെ പോയപ്പോഴൊക്കെ അവിടെയുള്ള സ്ത്രീകളൊക്കെ സാഗൂതം നോക്കിക്കൊണ്ട് നിന്നു എന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ നഗരത്തിലെ ജനങ്ങളും ഭഗവാനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഗവാക്ഷ പഥവിന്യസ്ത ദൃഷ്ടയ പുരയോഷിത. പുരയോഷിത്തുക്കൾ, പുരന്ധ്രികൾ, അതായത് നഗരത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ. അവർ എങ്ങനെയാണ്? അവർ അകത്താണ്, അതായത് കൊട്ടാരത്തിലോ അവരുടെ ഗൃഹങ്ങളുടെയൊക്കെ അകത്താണ് ഇരിക്കുന്നതെങ്കിലും എല്ലാവരും ജനാലെ കൂടെ അങ്ങനെ ശ്രീകൃഷ്ണൻ വരുന്നുണ്ട് എന്നുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഗവാക്ഷ പഥ വിന്യസ്ത ദൃഷ്ടയ. ഗവാക്ഷം എന്ന് പറഞ്ഞാൽ കിളിവാതിൽ എന്നാണ് പറയുക. വലിയ ജനാലകളുടെ ഒന്നും അത്ര ഇല്ല, ചെറിയ ചെറിയ ഓരോ ജനവാതിലുകൾ, ഓരോ കീറുകൾ മാത്രമുള്ള വാതിലുകൾ, അതിനെ പറയും. വലിപ്പം കൊണ്ട് കുറവുള്ളതായ ജനലുകളെയൊക്കെ പറയും. അതിൽ കൂടെ പുറത്തേക്ക് നോക്കി കാണാൻ പറ്റും, ഇങ്ങോട്ട് നോക്കിയാൽ അധികമൊന്നും കാണാനും പറ്റില്ല. അതാണ് ഈ ഗവാക്ഷങ്ങളുടെ പ്രത്യേകത. അകത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ ഗവാക്ഷങ്ങളിലൂടെയാണ് പുറത്തെ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ രാജകൊട്ടാരങ്ങളിൽ, രാജമാർഗങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കെട്ടിടങ്ങളും അതിലൊക്കെ ഗവാക്ഷങ്ങളൊക്കെ ഉള്ളതായിട്ട് പണ്ടേ സംസ്കൃത സാഹിത്യത്തിൽ ധാരാളമായിട്ട് ഈ ഗവാക്ഷങ്ങളെ പറ്റിയിട്ടുള്ള വർണ്ണനകളുണ്ട്. ഓരോ മഹാകാവ്യങ്ങളെടുത്താലും അവിടെയൊക്കെ കാണാം. രാജാക്കന്മാർ വിവാഹത്തിനായിട്ടൊക്കെ വരുമ്പോൾ, ശ്രീപരമേശ്വരൻ വിവാഹത്തിനായിട്ടൊക്കെ വരുമ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ ഗവാക്ഷങ്ങളിലൂടെ നോക്കിക്കണ്ടു എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങൾ കുമാരസംഭവത്തിലും രഘുവംശത്തിലും ഒക്കെ ഉണ്ട്. ഒരേപോലെയുള്ള വർണ്ണനകളും ഒക്കെ അവിടെ കാണാം. അങ്ങനെ ഗവാക്ഷങ്ങളിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുരയോഷിത്തുക്കൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതിനുള്ള ആകാംക്ഷയോട് കൂടിയിട്ട്, ഉത്കണ്ഠയോട് കൂടിയിട്ട് ഗവാക്ഷങ്ങളിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരായ പുരയോഷിത്തുക്കൾ,
അവരാൽ ഇങ്ങനെ നോക്കി നിൽക്കപ്പെട്ടുകൊണ്ട് ഭഗവാൻ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ എന്തുപോലെയാണെന്നാണ് കവി പറയണത്. വിസ്മയസ്ഥിമിതൈഹി അംഗൈഹി സാലഭഞ്ജികാഹ അന്വീയു. അവരുടെ ശരീരം, അതായത് അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനങ്ങാണ്ട് നിൽക്കുകയാണ്. അതാണ് വിസ്മയസ്ഥിമിതൈഹി അംഗൈഹി. വിസ്മയം കൊണ്ട് ഉറച്ചുപോയതായ, അനക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. ഇങ്ങനെ ഒരാളോ, ഇങ്ങനൊരു സുന്ദരനോ, ഇതാരാണ് ഈ വരണത് എന്നുള്ള അത്യത്ഭുതത്തോടു കൂടിയിട്ടുള്ള ഒരു അവസ്ഥ. അതോടു കൂടിയിട്ട് ശരീരം അനങ്ങാതെയായി, അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണ് വിസ്മയം കൊണ്ട് സ്ഥിമിതമായ അംഗങ്ങളോടുകൂടിയവർ, അനക്കമറ്റ, അവിടെ നിന്ന് മാറിപ്പോവാൻ പറ്റാതെ ശ്രീകൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരായിട്ടുള്ള പുരയോഷിത്തുകൾ ആരെ പോലെയായി എന്നാണ് കവി പറയണത്. സാലഭഞ്ജികാഹ അന്വീയു. സാലഭഞ്ജികമാർ, സാലഭഞ്ജിക എന്ന് പറഞ്ഞാൽ ഈ വെണ്ണക്കല്ല് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്നതായ സ്ത്രീ ശില്പങ്ങളാണ്. ഈ സ്ത്രീ ശില്പങ്ങൾ പൊതുവേ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് അവിടെയുള്ള വലിയ തൂണുകളിൽ, പടിക്കെട്ടുകളിലൊക്കെ കാണാം. നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ അഴകളവുകളൊക്കെ ഒപ്പിച്ച് ഉയരം കൊണ്ടും ശരീരലാവണ്യം കൊണ്ടും തലമുടിയുടെ ഭംഗി കൊണ്ടും ഒക്കെ വളരെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ ശില്പങ്ങൾ അവിടെ കൊത്തിവെക്കാറുണ്ട്. അവരെയാണ് സാലഭഞ്ജികകൾ എന്ന് പറയാറുള്ളത്. സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ ഉപമിക്കുമ്പോൾ സാലഭഞ്ജികമാരോട് ഉപമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സാലഭഞ്ജികമാരെ പോലെ ആയി ഈ പുരയോഷിത്തുക്കൾ, കോസല രാജ്യത്തെ സ്ത്രീകൾ എന്ന് പറയുകയാണ് കവി. അതായത് ഈ ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യവും വരവും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ പെൺകുട്ടികളെ കണ്ടാൽ പെട്ടെന്ന് സാലഭഞ്ജികകളാണോ എന്ന് തോന്നിപ്പോകും. സാലഭഞ്ജികകൾ ജീവനില്ലാത്തതാണല്ലോ, കൊത്തിവെച്ചതാണ്, അവയ്ക്ക് യാതൊരു അനക്കവും ഇല്ല. അതുപോലെ കോസല രാജ്യത്തെ പെൺകുട്ടികൾ ശ്രീകൃഷ്ണനെ കണ്ടതോടു കൂടിയിട്ട് അനക്കമറ്റ ശരീരത്തോടു കൂടിയിട്ട് നോക്കി, കണ്ണിമ വെട്ടാതെ അങ്ങനെ നോക്കി നിൽക്കുന്നൊരവസ്ഥയിലേക്കായി. അതുകൊണ്ടാണ് അവരെ സാലഭഞ്ജികമാരുടെ വ്യാപാരങ്ങളെ അവർ അനുകരിച്ചു എന്ന് പറയുന്നത്. അവർ സാലഭഞ്ജികമാരുടെ സാദൃശ്യം ഉള്ളവരായി തീർന്നു, ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. എല്ലാ ദിക്കിലെ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. ശ്രീകൃഷ്ണനെ കണ്ടാൽ പിന്നെ അവരാരും കണ്ണെടുക്കുക തന്നെ ഇല്ല. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 12ാമത്തെ ശ്ലോകം നോക്കൂ. പാരവശ്യേന താഃ കൃഷ്ണേ നാമുഞ്ചൻ കുസുമാഞ്ജലീൻ തത്പുനർവിദധേ കൃത്യം താസാം ദൃഷ്ട്യസിതോത്പലൈഃ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. പാരവശ്യേന താഃ കൃഷ്ണേ ന അമുഞ്ചൻ കുസുമാഞ്ജലീൻ തത്പുനഃ വിദധേ കൃത്യം താസാം ദൃഷ്ട്യസിതോത്പലൈഃ. സാധാരണ പുറത്തു നിന്നുള്ള ആൾക്കാർ, രാജാക്കന്മാർ, രാജകുമാരന്മാർ, വരൻ ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുഷ്പവൃഷ്ടി, പൂക്കൾ വഴിയിലൊക്കെ പൂക്കൾ വിതറുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇവർ ചെയ്തില്ല എന്നാണ് കവി പറയണത്. താഹ, ആ പുരയോഷിത്തുകൾ, പുരന്ധ്രിമാർ, പാരവശ്യേന, പാരവശ്യത, പാരവശ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അധീനതയിലാവുക, പരനായിട്ടുള്ള ഒരാളുടെ വശത്താവലാണ് പരവശത. പരവശസ്യ ഭാവ പാരവശ്യം, മറ്റൊരാളുടേതായി തീർന്ന അവസ്ഥ. അങ്ങനെ പാരവശ്യം വന്നതുകൊണ്ട് അവർ അനങ്ങാതെ നിന്നു. കൃഷ്ണൻ മാത്രമായി അവരുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ. അങ്ങനെ വന്നാൽ എന്താ കുഴപ്പമുണ്ടാവുക? കൃഷ്ണന് വേണ്ടത്ര അതിഥി സത്കാരം കൊടുക്കാതെയായി. ഇവരിങ്ങനെ കൃഷ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാരണം അവർ ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തികളും മറന്നു പോകുമല്ലോ. അങ്ങനെ പാരവശ്യം കൊണ്ട് കൃഷ്ണൻ വന്നപ്പോൾ കൃഷ്ണൻ്റെ ശിരസ്സിലേക്ക്, കൃഷ്ണൻ വരുന്ന വഴിയിലേക്ക് കുസുമാഞ്ജലികൾ അർപ്പിക്കാൻ, കൈക്കുടന്ന നിറയെയുള്ള പൂക്കൾ അതർപ്പിക്കാൻ അവർ മറന്നുപോയി. മുഞ്ചൻ, അവരർപ്പിച്ചില്ല. അവർ ഭഗവാന്റെ ശിരസ്സിലേക്ക്, ശരീരത്തിലേക്ക് പുഷ്പവൃഷ്ടി നടത്തുകയുണ്ടായില്ല. പകരം എന്താണ് ചെയ്തത്? പുനഃ, മാത്രമല്ല, താസാം തത് കൃത്യം, അവർ ചെയ്യേണ്ടിയിരുന്ന ആ പ്രവൃത്തി, പുഷ്പവൃഷ്ടി നടത്തുക എന്നുള്ള പ്രവൃത്തി, ദൃഷ്ടി അസിതോത്പലൈഹി വിദധേ. ദൃഷ്ടി അസിതോത്പലം, ദൃഷ്ടികളെ, കണ്ണുകളാകുന്ന അസിതോത്പലം എന്ന് പറഞ്ഞാൽ അസിതം കറുത്ത ഉത്പലങ്ങൾ, താമരപ്പൂക്കൾ. കണ്ണുകൾ കൺമഷിയൊക്കെ എഴുതിയത് കാരണവും അല്ലെങ്കിൽ കൃഷ്ണമണിയൊക്കെ ഉള്ളത് കാരണവും കറുപ്പാണ് കണ്ണിൻ്റെ സൗന്ദര്യം എന്ന് എപ്പോഴും പറയും. അപ്പോൾ കറുത്ത കണ്ണുകളാകുന്ന കരിങ്കൂവളപ്പൂക്കൾ കൊണ്ട്, അതുകൊണ്ടാണ് അവർ പുഷ്പവൃഷ്ടി നടത്തിയത്. അതായത് ഭഗവാന്റെ ശരീരത്തിലേക്ക്
പൂക്കളെറിഞ്ഞത് ദൃഷ്ടികളാകുന്ന പൂക്കളായിരുന്നു. അതല്ലാതെ നോട്ടങ്ങളാകുന്ന പൂക്കൾ, കണ്ണുകളിലൂടെ ഭഗവാന്റെ മേലേക്ക് എറിയണ പൂവേതാണ്? നോട്ടമാകുന്ന പൂക്കളാണ് അവരെല്ലാവരും ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിലേക്ക് എറിഞ്ഞത്, അല്ലെങ്കിൽ പുഷ്പവൃഷ്ടി അതാണ് നടത്തിയത്. അല്ലാതെ സാധാരണ സ്ത്രീകൾ ചെയ്യുന്നത് പോലെയുള്ള പുഷ്പവൃഷ്ടി നടത്താൻ അവർ മറന്നുപോയി. അവർക്കൊരു ദിക്കിൽ നിന്ന് എണീറ്റ് വേറൊരു ദിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് പൂക്കളർപ്പിച്ചാലല്ലേ പുഷ്പവൃഷ്ടി ആവുള്ളൂ. പക്ഷെ അവർ അനങ്ങാൻ പറ്റാത്തവരായിട്ട് ആ സൗന്ദര്യത്തിൽ വ്യാമുഗ്ധരായി അങ്ങനെ നിന്നുപോയി എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇത്യുക്ത്വാ തേന ഹൃഷ്ടേന സഹ കോസലഭൂഭുജ രാജീവലോചനഃ പ്രാപ രാജവീഥിം മനോരമാം ഗവാക്ഷപഥവിന്യസ്തദൃഷ്ടയഃ പുരയോഷിതഃ വിസ്മയസ്തിമിതൈരംഗൈരന്വീയുസ്സാലഭഞ്ജികാ പാരവശ്യേന താഃ കൃഷ്ണേ നാമുഞ്ജൻ കുസുമാഞ്ജലീൻ തത്പുനർവിദധേ കൃത്യം താസാം ദൃഷ്ട്യസിതോത്പലൈഃ. അങ്ങനെ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി, അതായത് ഭാവനയിലുള്ള പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് വരികയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.